മേക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ അർത്ഥങ്ങളുള്ള വാക്കുകളിൽ ഒന്ന് മേക്ക് എന്നുള്ള വാക്കായിരിക്കാം. ഇവിടെ മേക്ക് എന്നുള്ളതിൻ്റെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ രസകരമായും വളരെ ഈസിയായും ഉപയോഗിക്കാവുന്ന ഒരു അർത്ഥത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്തിച്ചേരുക, പ്രയാസപ്പെട്ട് എത്തിപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മേക്ക് ഉപയോഗിക്കും. ഐ മെയ്ഡ് ഇറ്റ് ടു ദ ഓഫീസ് ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. ഞാൻ ആ മീറ്റിങ്ങിൻ്റെ കൃത്യസമയത്ത് ഓഫീസിൽ എത്തിച്ചേർന്നു. ഷീ മെയ്ഡ് ഇറ്റ് ടു ദ സ്റ്റേഷൻ ബിഫോർ ദ ട്രെയിൻ ലെഫ്റ്റ്. ട്രെയിൻ വിടുന്നതിന് മുൻപ് അവൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. വി മെയ്ഡ് ഇറ്റ് ഹോം സേഫ്ലി ഡെസ്പൈറ്റ് ഹെവി റെയിൻ. ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിപ്പെട്ടു. ഹി മെയ്ഡ് ഇറ്റ് ടു ദ ക്ലാസ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ് ലേറ്റ്. വൈകി എഴുന്നേറ്റാലും അവൻ ക്ലാസ്സിലേക്ക് എത്തി. ക്യാൻ യു മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ് ബൈ 3 PM? 3 മണിയാകുമ്പോഴേക്ക് മീറ്റിങ്ങിന് എത്താൻ കഴിയുമോ? ഐ വോണ്ട് മേക്ക് ഇറ്റ് ടു ദ പാർട്ടി ടു നൈറ്റ്. ഐ ഹാവ് ടു മച്ച് വർക്ക്. എനിക്കിന്ന് രാത്രി പാർട്ടിക്ക് വരാൻ കഴിയില്ല, ഒരുപാട് ജോലിയുണ്ടെന്ന്. ഇഫ് വി ലീവ് നൗ വി മൈറ്റ് സ്റ്റിൽ മേക്ക് ഇറ്റ് ടു ദ മൂവി. നമ്മൾ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും സിനിമയ്ക്ക് എത്താനുള്ള സമയമുണ്ട്. ഹീ റാൻ ആസ് ഫാസ്റ്റ് ഹീ കുഡ് ടു മേക്ക് ഇറ്റ് ടു ദ ബസ്. ബസ് പിടിക്കാൻ വേണ്ടി അവനെ കൊണ്ട് കഴിയുന്ന വേഗത്തിൽ അവൻ ഓടി. ഷീ ഡിഡിൻ മേക്ക് ഇറ്റ് ടു ദ ഇൻ്റർവ്യൂ ഡ്യൂ ടു ഇൽനെസ്. അസുഖം കാരണം അവൾക്ക് ഇൻ്റർവ്യൂവിന് വരാൻ കഴിഞ്ഞില്ല. ഐ ഫൈനലി മേഡ് ഇറ്റ് ടു ബാംഗ്ലൂർ ആഫ്റ്റർ എ ടയറിങ് ജേണി. വളരെ കഷ്ടപ്പെട്ട് ക്ഷീണിപ്പിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. ഇനി നമ്മൾ പറയാം, നീ അവിടെ എത്തിയാൽ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്യ്, ഒരു മെസ്സേജ് ചെയ്യ്. ടെക്സ്റ്റ് മീ വെൻ യു മേക്ക് ഇറ്റ് ദർ. ലെറ്റ് മീ നോ വെൻ യു മേക്ക് ഇറ്റ്. നീ എപ്പോഴെത്തുമെന്ന് എന്നെ അറിയിക്കണം. നമ്മൾ ഒരു കല്യാണത്തിന് അതിഥിയെ ക്ഷണിച്ചു, അയാൾ വളരെ ദൂരെ നിന്ന് വരികയാണ്, എന്നാലും അയാൾ പ്രയാസപ്പെട്ട് എത്തി. അയാളെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം, ഓ യു മെയ്ഡ് ഇറ്റ്, നീ വന്നുവല്ലേ, ഓ യു മെയ്ഡ് ഇറ്റ്. ഇത്രയും ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ മെയ്ഡ് ഇറ്റ്, മേക്ക് ഇറ്റ്, ഒരു ഇറ്റ് ചേർത്തിരുന്നു. ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിനാണ് മേക്ക് ഇറ്റ് എന്ന് പറയുക. ഇനി ഇറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. ഹീ വിൽ നെവർ മേക്ക് ദ ടീം. ശ്രദ്ധിക്കണം ഈ സെൻറ്റൻസ്. ഹീ വിൽ നെവർ മേക്ക് ദ ടീം എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ടീമിൽ എത്തില്ല, ടീമിൽ സ്ഥാനം പിടിക്കില്ല എന്നർത്ഥം. ഐ എം സോറി ഐ കുഡിൻ മേക്ക് യുവർ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ക്ഷമിക്കണം, കഴിഞ്ഞ രാത്രിയിൽ നിൻ്റെ പാർട്ടിയിൽ എത്താൻ കഴിഞ്ഞില്ല. ഐ മെയ്ഡ് ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിലെത്തി. വി മെയ്ഡ് ദ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇനി ശ്രദ്ധിച്ചു നോക്ക്. ഐ മെയ്ഡ് ഇറ്റ് ടു ദ ഓഫീസ്. ഞാൻ ഓഫീസിലെത്തി. ഐ മെയ്ഡ് ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തു, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നർത്ഥം. നമ്മൾ ഒരിടത്ത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എത്തിച്ചേരുന്നതിന് മേക്ക് ഇറ്റ്, എത്തിച്ചേർന്നതിന് മെയ്ഡ് ഇറ്റ് എന്നൊക്കെ പറയും. മേക്കിൻ്റെ ഒരുപാട് യൂസേജുകളിൽ ഒന്നാണിത്. നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.